മാഷാ അല്ലാ. ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നലെ ഇതിനെക്കുറിച്ച് ഷോർട്സ് ഇതിലിട്ടിരുന്നു, യൂട്യൂബിലിട്ടിരുന്നു. അപ്പോൾ പലരും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് നല്ല മഴ കിട്ടിയിട്ടോ. ആർക്കൊക്കെ കിട്ടി എന്താണെന്നറിയില്ല. ഇന്നലെ നമുക്ക് നല്ല മഴ കിട്ടി. നോമ്പ് 9 9-ന് നല്ല മഴ. അതുകൊണ്ട് തന്നെ എൻ്റെ പയറിന് നിന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പയറിൻ്റെ വള്ളിയൊക്കെ കണ്ടോ പടർന്ന് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇതിനൊക്കെ ഞാൻ കോട്ടല കുത്തി, നമ്മളിവിടെ കോട്ടല കുത്താന്നാ പറയട്ടോ. അതുപോലെ ഇങ്ങനെ കമ്പ് വെച്ചിട്ട് ഓരോന്നിനും പടരാനുള്ള ഇത് വെച്ച് കൊടുത്തിട്ട് ഇതിനുള്ളത് പയറിന് കോട്ടല കുത്താന്നാ പറയാം. ഓരോ സ്ഥലത്ത് ഓരോ പേരല്ലേ. ഇത് എന്തായാലും ഒരു വളം ഇട്ടിട്ടില്ല. ഞാൻ കുറച്ച് മണ്ണ് അങ്ങോട്ടും കളച്ചിട്ടു എന്നല്ലാതെ വേറൊരു വളം ഇട്ടിട്ടില്ല. ഈ പപ്പായ തൈകളൊക്കെ മുളയ്ക്കാനില്ല. ഇതൊക്കെ ഫുള്ള് പപ്പായ തൈ കേട്ടോ. ഇതൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇതിൽ നിന്ന് നല്ല ഗ്രോത്ത് ഉള്ളത് നോക്കിയിട്ട് നല്ല ഒരു 5-6 തൈകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ട് പിടിപ്പിക്കുക. അതിനുള്ളൊരു ശ്രമത്തിലാണ് ഞാനുള്ളത്. കുറച്ചും കൂടെ ഉണ്ട്, കുറച്ചുകൂടെ പൊങ്ങി വരട്ടെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, അടുക്കളയിൽ ഇങ്ങനെ ഒരു 10 പയറിൻ്റെ വിത്ത്, 1-2 വെണ്ട, വഴുതന, ഇതൊക്കെ നമുക്ക് വലിയൊരു ചിലവില്ലാതെ വളർത്താൻ പറ്റിയതാണ്. വെണ്ടയ്ക്ക് കുറേ കാലം ഇരിക്കും, വഴുതന ഒരുപാട് കാലം ഇരിക്കും. വഴുതന അതിങ്ങനെ പിന്നെ വാടി ഇതായി കഴിഞ്ഞാലും ഉണങ്ങി കഴിഞ്ഞാലും പിന്നെ ഒരു മഴ കൊണ്ടാൽ പിന്നെയും പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.